ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരൂഹ്യ കവിതാശാഖ വന്ദേ വാൽമീകി കോകിലം. ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. പ്രിയമുള്ളവരെ, രാമായണ യാത്രയിലെ കഴിഞ്ഞ ഭാഗത്തിൻ്റെ തുടർച്ചയാണ് ഈ ഭാഗത്ത് പ്രതിപാദിക്കുന്നത്. കഴിഞ്ഞ ഭാഗത്ത് രോഷാകുലനായി വന്നിട്ടുള്ള പരശുരാമൻ്റെ മുന്നിൽ വളരെ വിനയാന്വിതനായിട്ട് നിൽക്കുന്ന ശ്രീരാമചന്ദ്രൻ വളരെ വിനയത്തോടു കൂടി തന്നെ പറഞ്ഞു, അങ്ങ് ബാലകന്മാരോട് ഇങ്ങനെ കോപിക്കരുത്, അപ്പം ഞാനൊന്ന് ശ്രമിക്കാം, അങ്ങ് ആ വില്ലിങ് തന്നാലും എന്ന് പറഞ്ഞ് കൈ അങ്ങോട്ട് നീട്ടുകയാണ്. അവിടെ നിന്ന് തുടർന്നുള്ള ഭാഗമാണ് നമുക്ക് ഇന്ന് മനനം ചെയ്യേണ്ടത്. ഏതായാലും ആ ഭാഗത്തേക്ക് നമുക്ക് പോകാം. വില്ലിങ്ങു തന്നാലും ഞാനാകിലോ കുലച്ചിടാം, അല്ലെങ്കിൽ തിരുവുള്ള കേടുമുണ്ടാകവേണ്ട. സുന്ദരൻ സുകുമാരൻ ഇന്ദിരാപതിരാമൻ കന്ദർപ്പകളേഭരൻ കഞ്ചലോചനവൻ ചന്ദ്രചൂഡാരവിന്ദമന്ദിരമഹേന്ദ്രാദി വൃന്ദാരകേന്ദ്രൻ മുനിവൃന്ദവന്ദിതൻ ദേവൻ. മന്ദഹാസവും പൂണ്ടു ബന്ധിച്ചു മന്ദേതരം നന്ദിച്ചു ദശരഥ നന്ദനൻ വില്ലുവാങ്ങി. വളരെ വിനയത്തോടുകൂടി ഈ ശ്രീരാമചന്ദ്രൻ പരശുരാമനോട് പറയുകയാണ്, അങ്ങ് വില്ല് ഇങ്ങോട്ട് തന്നാലും ഞാൻ അതൊന്ന് ഉയർത്താൻ വേണ്ടി ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. ഇനി അഥവാ സാധിച്ചില്ല എങ്കിൽ എന്നോടൊരു വിഷമവും തോന്നരുത്. കാരണം ഞാൻ ആരാ? അങ്ങയെ സംബന്ധിച്ചിടത്തോളം വളരെ സാധാരണക്കാരനാണ്, വളരെ താഴെയുള്ള ഒരാളാണ് എന്ന് പറഞ്ഞിട്ട് ആ സുന്ദര രൂപമുള്ള സുകുമാരനായിട്ടുള്ള ഇന്ദിരാപതിയായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ ആ പരശുരാമനോട് പറയുകയും ആ വില്ല് വാങ്ങുകയും ചെയ്തു. ഇനി എന്താണ് സംഭവിക്കുന്നത്? നിന്നരുളുന്ന നേരം ഈരേഴു ലോകങ്ങളും ഒന്നിച്ചു നിറഞ്ഞൊരു തേജസ്സു കാണായി വന്നു. കുലച്ചു ബാണവേഗമെടുത്തു തൊടുത്താശു വലിച്ചു നിറച്ചുടൻ നിന്നിതു ചിതശ്രമം. ചോദിച്ചു ഭൃഗുപതി തന്നോടു രഘുപതി, മോദത്തോടരുളി ചെയ്തിടണം ദയാനിധേ, മാർഗണം നിഷ്ഫലമായി വരികയില്ല മമ ഭാർഗവരാമ, ലക്ഷ്യം കാട്ടിത്തന്നീടവേണം. നോക്കൂ, ആർക്കും എടുത്തുയർത്താൻ പോലും പറ്റാത്ത അസാധ്യമായി വലിപ്പമുള്ള ആ വൈഷ്ണവ ചാപം, ഒരു ചാപം നേരത്തെ 5000 വാഹകന്മാരെടുത്തു കൊണ്ടുവന്നപ്പോൾ ശ്രീരാമൻ പുഷ്പസമാനമെടുത്തത് കുലച്ചു. അതേപോലെ അതേ വലിപ്പവും അതേ ശക്തിയുമുള്ള വൈഷ്ണവചാപം സാക്ഷാൽ പരശുരാമൻ കൊണ്ടുവന്ന് ശ്രീരാമചന്ദ്രനെ വെല്ലുവിളിക്കും പോലെ പറഞ്ഞതിന് ശേഷം ആ ശ്രീരാമചന്ദ്രൻ്റെ വിനയാന്വിതമായ വാക്കുകളിലൂടെ പരശുരാമൻ ആ വില്ലങ്ങോട്ട് കൊടുക്കുന്നു. എന്നാൽ അതും പുഷ്പസമാന നിഷ്പ്രയാസം അതെടുത്തങ്ങോട്ട് പൊക്കി. എന്നിട്ടതിനെ കുലച്ചു, അതിൻ്റെ ചരടൊക്കെ കെട്ടി, എന്നിട്ട് ബാണമെടുത്ത് തൊടുത്തു പിടിച്ചു. അസ്ത്രം ലക്ഷ്യം കാണിച്ചു തരാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നിട്ട് ചോദിക്കുകയാണ് ഭൃഗുപതിയോട്. ഈ പരശുരാമൻ ഭൃഗുവിൻ്റെ വംശത്തിൽപ്പെട്ട, ഭൃഗുമുനിയുടെ വംശത്തിൽപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഭൃഗുപതി എന്ന് തന്നെ അദ്ദേഹത്തിനെ വിളിക്കുന്നത്. അപ്പോൾ ഭൃഗുപതിയോട് ചോദിക്കുകയാണ് വളരെ ലളിതമായ ഭാഷയിൽ, അഹങ്കാരം തീരെയില്ലാത്ത വിധത്തിൽ ചോദിക്കുകയാണ്, ഞാനിത് കുലച്ചു കഴിഞ്ഞു, ഇനി എനിക്കിതിന് ലക്ഷ്യം വേണം. ഈ അസ്ത്രം തൊടുത്തു വിടേണ്ട, കുലച്ചു കഴിഞ്ഞാൽ അസ്ത്രം എവിടെയെങ്കിലും തൊടുത്തേ പറ്റൂ, അത് നിർബന്ധമാണ്. അതാണ് ക്ഷത്രിയ ധർമ്മം. ക്ഷത്രിയന്മാർ ഒരിക്കലും അസ്ത്രം തൊടുത്ത് പിടിക്കാൻ പാടില്ല, തൊടുത്ത് പിടിച്ചാൽ അത് എവിടെയും കുലച്ചിടണം. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഭാർഗവരാമ എനിക്ക് ലക്ഷ്യം കാട്ടിത്തരൂ എന്ന് പറയുകയാണ്. ഈ അവസരത്തിൽ ഭാർഗവരാമനിലുണ്ടാകുന്ന വിശേഷമാണ് അടുത്ത വരികളിലൂടെ പറയുന്നത്. ശ്രീരാമവചനം കേട്ട നേരം ഭാർഗവനും
ആരൂഢാനന്ദമതിനുത്തരമരുൾ ചെയ്തു. വളരെ സന്തോഷത്തോടു കൂടി അതിന് മറുപടി കൊടുക്കുകയാണ്. ശ്രീരാമ രാമ മഹാബാഹോ ജാനകീപദേ ശ്രീരമണാത്മാ രാമ ലോകാഭിരാമ ശ്രീരാമ സീതാഭിരാമ ആനന്ദാത്മക വിഷ്ണു. ശ്രീരാമ രാമ രമാരമണാരുഗൂപതേ ശ്രീരാമ രാമ പുരുഷോത്തമ ദയാനിധേ ശ്രീരാമ സൃഷ്ടിസ്ഥിതി പ്രളയഹേതുമൂർത്തേ. ആനന്ദത്തോടുകൂടി ഈ ദശരഥപുത്രനായിട്ടുള്ള ശ്രീരാമനെ അങ്ങോട്ട് പുകഴ്ത്തുകയാണ്. എന്താണ് ഈ ശ്രീരാമൻ ആരാണ് എന്ന് കൃത്യമായിട്ടറിയാം. ഈ പരശുരാമൻ അവതാര ഉദ്ദേശമുണ്ട്, ശ്രീരാമനും അവതാര ഉദ്ദേശമുണ്ട്. പക്ഷെ ആ ശ്രീരാമന് മറ്റുള്ളവരുടെ മുന്നിൽ സാക്ഷാൽ വിഷ്ണുവിൻ്റെ അവതാരം തന്നെയാണെന്ന് കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതിനുള്ളൊരു സാഹചര്യം ഒരുക്കുകയാണ്. ഒരു പരീക്ഷണം എന്ന പോലെ മറ്റുള്ളവരെയാണ് പരീക്ഷിക്കുന്നത്, ഇവിടെ ശ്രീരാമനെയല്ല പരീക്ഷിക്കുന്നത്. അപ്പോൾ ശ്രീരാമൻ്റെ മഹത്വം മറ്റുള്ളവരിലേക്ക് ലോകത്ത് മുഴുവൻ തന്നെ പരക്കണം. ഒരഹല്യയെ കൊല്ലുന്ന, അഹല്യയുടെ ശാപം തീർക്കുന്ന സമയത്ത് അവിടെയുള്ളത് വിശ്വാമിത്രൻ മാത്രമാണ്. ശൈവ ശാപം കൊലയ്ക്കുന്ന അവസരത്തിൽ അവിടെ നിരവധി ആൾക്കാരുണ്ട് ആ മഹത്വം വിളിച്ചോതാൻ വേണ്ടിയിട്ട്. എന്നാൽ അത് പോരാ. അത് ചിലപ്പോൾ ഇങ്ങനെ സാധ്യമായിരുന്നിരിക്കും. പക്ഷേ തുടർച്ചയായുള്ള അത്ഭുതങ്ങൾ കാണിക്കുമ്പോഴാണ് ഒരാളുടെ യഥാർത്ഥത്തിലുള്ള ശക്തി മനസ്സിലാവുക. എപ്പോഴെങ്കിലും ഒരു ചക്ക വീട്ടിൽ മുയൽ ചത്തതുപോലെയല്ല. ഇതെല്ലാം തന്നെ ഈ ഭഗവാൻ ശ്രീരാമന് വളരെ നിഷ്പ്രയാസം സാധ്യമാകുന്ന ഒരു വസ്തുവാണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ഈ ഭാർഗവരാമൻ ചെയ്യുന്നത്. കാരണം ആദ്യം ഈ ശ്രീരാമൻ്റെ മഹത്വം മനസ്സിലാകുന്ന ജനകപുരിയിലുള്ള ആൾക്കാർക്കാണ്. പിന്നീട് മനസ്സിലാക്കുന്ന വെച്ചാൽ ദശരഥൻ്റെ പുരിയിൽ നിന്നും അയോധ്യയിൽ നിന്ന് വന്ന സജ്ജനങ്ങളുണ്ട്, ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. അവരും ഇത് കാണണം. എന്നാൽ മാത്രമല്ല ഇനി പോകുന്നിടത്തുള്ള അത്ഭുതങ്ങൾ ബോധ്യമാവുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും മുന്നിൽ ഇത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അവരുടെ മുന്നിലേക്ക് ഇങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ സന്തോഷം ഉള്ളിലെ ആ ആനന്ദം അലതല്ലിക്കൊണ്ട് ആ പരശുരാമൻ വീണ്ടും പറയുകയാണ്, ശ്രീരാമ ദശരഥ നന്ദന ഋഷികേശ ശ്രീരാമ രാമ രാമ കൗസല്യാത്മജാ ഹരേ. എങ്കിലോ പുരാവൃത്തം കേട്ടുകൊണ്ടാലും മമ പങ്കജവിലോചന കാരുണ്യവാരാനിതേ. പഴയ ചരിത്രം ഞാൻ പറയാം. ശരിക്കും ശ്രീരാമനോടല്ല പറയുന്നത്. ദശരഥനുണ്ട് അവിടെ, വസിഷ്ഠനുണ്ട് അവിടെ, മന്ത്രിമാരുണ്ട്, ഭാര്യമാരുണ്ട്, അനുജന്മാരുണ്ട്, ഒരുപടി സൈനാധിപന്മാരുണ്ട്, നാട്ടുകാരുണ്ട്, ഒക്കെ ഉണ്ട്. അവരൊക്കെ കേൾക്കത്തക്ക ഇതിലാണ് പറയുന്നത്. എങ്കിലോ ഈ പഴയൊരു ചരിത്രം ഞാൻ പറയാം, കേട്ടാലും നീ. ചക്രതീർത്ഥത്തിങ്കൽ ചെന്നെത്രയും ബാല്യകാലേ ചക്രവാണിയെ തന്നെ തപസ്സു ചെയ്തേൻ ചിരം. ഉഗ്രമാം തപസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെയെല്ലാം നിഗ്രഹിച്ചനുദിനം സേവിച്ചേൻ ഭഗവാനെ. വിഷ്ണു കൈവല്യമൂർത്തി ഭഗവാൻ നാരായണൻ ജിഷ്ണു സേവിതൻ ഭജനീയനീശ്വരൻ നാഥൻ. മാധവൻ പ്രസാദിച്ചു മൽപുരോഭാഗേ വന്നു സാദരം പ്രത്യക്ഷനായരുളി ചെയ്തിടിനാൻ. ഉത്തിഷ്ടോത്തിഷ്ട ബ്രഹ്മൻ തുഷ്ടോഹം തപസാധേ സിദ്ധിച്ചു സേവാഫലം നിനക്കെന്നറിഞ്ഞാലും മത്തേജോയുക്തൻ ഭവാനെന്നതുമറിഞ്ഞാലും കർത്തവ്യം പലതുണ്ടു ഭവതാം ഭൃഗൂപതേ. കൊല്ലണം പിതൃഹന്താവാകിയ ഹേഹേയനെ ചൊല്ലഴും കാർത്ത വീരാർജുനനാം നൃപേന്ദ്രനെ. വല്ല ജാതിയും അവൻ മൽക്കലാംശജനല്ലോ വല്ലഭം ധനുർവേദത്തിനിവനേറുമല്ലോ. ക്ഷത്രിയവംശം 21 പരിവൃത്തി യുഗ്ധേ നിഗ്രഹിച്ചു കശ്യപനു ദാനം ചെയ്യുക. പൃഥ്വിമണ്ഡലമൊക്കെ പിന്നെ ശാന്തിയെ പ്രാപിച്ചുത്തമമായ തപോനിഷ്ഠയാ വസിച്ചാലും. പിന്നെ ഞാൻ ത്രേതായുഗ ഭൂമിയിൽ ദശരഥൻ തന്നുടെ തനയനായി വന്നവതരിച്ചിടും. അന്നു കണ്ടിടാം തമ്മിലെന്നാൽ എന്നുടെ തേജസന്യൂനം
ദാശരഥി തന്നിലാക്കിയിടുക നീ. പിന്നെയും തപസ്സു ചെയ്ത ബ്രഹ്മപ്രളയാന്തമെന്നെ സേവിച്ചു വസിച്ചിടുക മഹാമുനേ എന്നരുൾ ചെയ്തു മറഞ്ഞിടിനാൻ നാരായണൻ. തന്നെ യോഗങ്ങളെല്ലാം ചെയ്തിതു ഞാനും നാഥ. തന്തിരുപടി തന്നെ വന്നവതരിച്ചൊരു പങ്ക്തിസന്തനസുതനല്ലോ നീ ജഗൽപദേ. എങ്കിലുള്ളൊരു മഹാവൈഷ്ണവ തേജസ്സെല്ലാം നിങ്കലാക്കിയിടുവാനായി തന്നിതു ശരാസനം. ബ്രഹ്മാതിദേവകളാൽ പ്രാർത്ഥിക്കപ്പെട്ടുള്ളൊരു ധർമ്മങ്ങൾ മായാബലം കൊണ്ടു സാധിപ്പിക്ക നീ. സാക്ഷാൽ ശ്രീനാരായണൻ താനല്ലോ ഭവാൻ. ജഗൽ സാക്ഷിയായിടും വിഷ്ണു ഭവാൻ, വിഷ്ണു ഭഗവാൻ ജഗന്മയൻ. നോക്കൂ, ഇവിടെ പറയുന്നത് ആ സ്തുതികളൊക്കെ അങ്ങ് ചെയ്തു. എന്നിട്ട് പറയാണ്, കേട്ടോ, ആ പഴയ ചരിത്രം ഞാനൊന്ന് പറയാം. ഞാൻ ബാല്യകാലത്ത് ചക്രതീർത്ഥത്തിൽ ചെന്നു മഹാവിഷ്ണുവിനെ ധ്യാനിച്ചു തപസ് ചെയ്യുകയായിരുന്നു കുട്ടിയായിരിക്കുന്ന സമയത്ത്. അങ്ങനെ ചെയ്യുമ്പോൾ ആ ഉഗ്രമായ തപസ് കൊണ്ട് എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞു. നമ്മൾക്കൊക്കെ നിയന്ത്രിക്കാൻ പറ്റണം. ഇവിടെ തപസ് എന്ന് പറയുന്നത് സിദ്ധിക്കേണ്ട വെച്ചാൽ പ്രയത്നം എന്നുള്ളതാണ്, പരിശ്രമം എന്നാണ്. നമ്മളെല്ലാം പഞ്ചേന്ദ്രിയങ്ങൾക്ക് അടിപ്പെട്ട് കിടക്കുകയാണ്. ആ 5 ഇന്ദ്രിയങ്ങളെയും നമുക്ക് നമ്മുടെ വരുതിയിലാക്കണം. ആ 5 ഇന്ദ്രിയങ്ങളും നമ്മുടെ വരുതിയിലായാൽ മാത്രമേ നമുക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. എന്താണ് 5 ഇന്ദ്രിയങ്ങൾ? കണ്ണ്. കണ്ണ് എന്ന് പറയുന്ന ഒരു ഇന്ദ്രിയമാണെങ്കിലും ആ കണ്ണിൻ്റെ മുന്നിൽ നമ്മൾ കാണുന്ന പല വസ്തുക്കളും നമ്മളെ ആകർഷിക്കും. ആ ആകർഷണം തന്നെ നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുപോകും. എങ്ങനെയാണിത്? നമ്മൾ കണ്ണുകൊണ്ടൊരു ലഹരി വസ്തു കാണുന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു സ്ത്രീയെ കാണുന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു പുരുഷനെ കാണുന്നിരിക്കട്ടെ. ഞാൻ വിവാഹിതനാണ്, അല്ലെങ്കിൽ ഞാൻ വിവാഹിതയാണ്. അപ്പോൾ അവർ നമ്മളോട് നല്ല സൗന്ദര്യമുണ്ട്, നമ്മുടെ സഹധർമ്മിണിയേക്കാളും അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിനേക്കാളും കഴിവുള്ളവനാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവനോടൊരു ആകർഷണം തോന്നുന്നു, കണ്ണുകൊണ്ടാണ് അത് കാണുന്നത്. ഇവിടെ നമ്മുടെ കുടുംബമുണ്ട്. അതുകൊണ്ട് അത് കാണുമ്പോൾ ആ ഇന്ദ്രിയം നമ്മളെ അവരിലേക്ക് ആകർഷിക്കുന്നു, കണ്ണാകുന്ന ഇന്ദ്രിയം. ഇനി അതല്ല, ലഹരിയാകുന്ന ഇന്ദ്രിയം അതിലേക്ക് ആകർഷിക്കുന്നു. മദ്യം കഴിക്കുന്ന ഒരാളാണ്, മദ്യം വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാലും ഇത് കാണുമ്പോൾ നമുക്കൊരു ആകർഷണം ഉണ്ടാകുന്നു. അപ്പോൾ അത് നമ്മളെ ആകർഷിക്കുന്നു. ഈ ആകർഷിക്കുന്ന സമയത്ത് അവർ പറയുന്ന മധുരമായ വാക്കുകൾ ചെവിയാകുന്ന ഇന്ദ്രിയം ശ്രവിക്കുന്നു. ആ ചെവിയാകുന്ന ഇന്ദ്രിയത്തിലൂടെ നമ്മൾ അവരുടെ മധുരമായ വാക്കുകൾ കേട്ട് നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയൊക്കെ മറന്ന് അദ്ദേഹത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ അവളുടെ കൂടെയോ പോകുമ്പോൾ നമ്മുടെ മക്കളും നമ്മുടെ ഭാര്യയും നമ്മുടെ ഭർത്താവും ഒക്കെ തന്നെ പെരുവഴിയിലാകുന്നൊരു കുടുംബം തകരുന്നു. ഇന്ദ്രിയം ചെയ്ത ദോഷ. അപ്പോൾ ഈ ഇന്ദ്രിയത്തിനെ നമ്മുടെ നിലക്ക് നിർത്തേണ്ടേ? രുചികരമായി ലഹരി വസ്തുക്കൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ അത് കാണുമ്പോൾ തന്നെ എന്തെന്നില്ലാത്ത ഒരു വെപ്രാളം. അതിൻ്റെ രുചി അറിഞ്ഞതുകൊണ്ടാണ്. ആ രുചി അറിയാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്നു. അവിടെയും നമ്മൾ ആ ഇന്ദ്രിയത്തിൻ്റെ പുറകെ പോകുന്നു. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ആ 5 ഇന്ദ്രിയങ്ങളിൽ ചില ആൾക്കാർക്ക് സ്പർശന സുഖം അനുഭവിക്കാൻ വളരെ ഇതാണ്. ആ സ്പർശന സുഖത്തിന് വേണ്ടിയിട്ട് എന്ത് സാഹസികം ചെയ്യും. ആ സുഖത്തിന് വേണ്ടിയിട്ട് ചെറിയ പിഞ്ച് കുട്ടികളെപ്പോലെയും എടുത്തു കൊണ്ടുപോയിട്ട് പീഡിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് സ്പർശന സുഖത്തിൻ്റെ ഗുണം. അപ്പോൾ ആ സ്പർശന സുഖമാകട്ടെ, നാക്കുകൊണ്ടുള്ളതാകട്ടെ, മൂക്കുകൊണ്ടുള്ളതാകട്ടെ, കണ്ണുകൊണ്ടുള്ളതാവട്ടെ, ചെവി കൊണ്ടുള്ളതാകട്ടെ, ഈ 5 ഇന്ദ്രിയങ്ങളിൽ നമ്മൾ നിയന്ത്രിക്കണം. നിയന്ത്രിച്ചാൽ നമുക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് എളുപ്പത്തിലെത്താൻ പറ്റും. അപ്പോൾ എന്താ പറയുന്നല്ലോ, ഈ 5 ഇന്ദ്രിയങ്ങളും 5 കുതിരകളായിട്ട് നമ്മൾ സങ്കല്പിക്കണം. അപ്പോൾ ഈ 5 കുതിരകളെ നമ്മൾ സങ്കല്പിച്ച് കഴിഞ്ഞാൽ ഈ 5 കുതിരയുടെയും കടിഞ്ഞാനുണ്ടാവല്ലോ, ചരട് മൂക്കിലൂടെ ഇട്ടിട്ടുള്ള ഒരു കയറുണ്ടല്ലോ, ഈ കയർ 5ൻ്റെയും കൂടിയിട്ട് ഒന്നിച്ച് പിടിക്കാൻ നമുക്ക് കഴിയണം. ഒന്നിച്ച് പിടിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ കുതിരകൾ 5ഉം ഒരു ലക്ഷ്യത്തിലേക്ക് പോകും. നമ്മൾ തെളിക്കുന്ന ആ ഒരു ദിശയിലേക്ക് പോകും. അതല്ല എങ്കിൽ ആ ചരട് നമ്മൾ പിടിച്ചില്ല എങ്കിൽ 5 കുതിരയും 5 ദിശയിലേക്ക് പോകുമ്പോൾ ഈ തേർത്തട്ടിലിരിക്കുന്ന നമ്മൾ തെറിച്ച് വീണ് മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ 5 ഇന്ദ്രിയങ്ങളെ ഈ കുതിരകളായിട്ട് നമ്മൾ സങ്കല്പിക്കണം. ഈ 5 ഇന്ദ്രിയങ്ങളിൽ നമ്മുടെ മനസ്സാകുന്ന ആ ഒരു ഇതുകൊണ്ട് നമ്മൾ മുറുകെ പിടിക്കുക. അതിനെ ഒരിക്കലും വേറിട്ട് പോകാൻ വിടാതെ നമ്മൾക്കതിനെ നിയന്ത്രിക്കാൻ കഴിയണം. ഇവിടെ പരശുരാമൻ ബാല്യകാലത്ത് തന്നെ അത് സ്വായത്തമാക്കി.
അദ്ദേഹം ആ 5 ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ നിഗ്രഹം നടത്തി എന്ന് പറയുന്നത്. ഇന്ദ്രിയ നിഗ്രഹം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ മുഴുവൻ തന്നെ തോൽപ്പിച്ചു. അങ്ങനെ ആ ഭഗവാനെ പ്രാർത്ഥിച്ചു നിത്യവും സേവിച്ചും കൊണ്ട് ആ സാക്ഷാൽ മഹാവിഷ്ണുവിനെ പ്രത്യക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. നമ്മൾക്കും ശ്രേഷ്ഠമായ തലത്തിലേക്ക് എത്തിച്ചേരാൻ ഈ 5 ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ സാധ്യമാകും എന്നാണ് പറയുന്നത്. അപ്പോൾ ആ മഹാവിഷ്ണു സന്തുഷ്ടനായിട്ട് പറയുകയാണ്, എന്താണ് നിനക്ക് വരം വേണ്ടത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നത്, എൻ്റെ കർത്തവ്യങ്ങൾ എന്താണ്, ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുകയാണ്, ആ കർത്തവ്യം, നിൻ്റെ പിതാവിനെ വധിച്ച ഒരാളുണ്ട്. ആരാ? കാർത്യവീരാർജുനൻ, മനുഷ്യനാ, ഹേഹയ രാജാവായിട്ടുള്ള കാർത്യൻ. അദ്ദേഹത്തിനെ നിഗ്രഹിക്കുക, അതാണ് നിൻ്റെ പ്രധാന ഉദ്ദേശം. അതിനുശേഷം നീ എല്ലാ ആയുധവിദ്യകളും പഠിച്ചവനാണ്. അപ്പോൾ കാർത്തവീരാർജുനെ കൊന്നതിന് ശേഷം ഈ ഭൂമിയെ നീ 21 പ്രാവശ്യം വലം വെച്ച് ദുഷ്ടന്മാരായ ക്ഷത്രിയരെ മുഴുവൻ തന്നെ നശിപ്പിക്കണം. എന്ന് വെച്ചാൽ ഭൂമിയിൽ ശുദ്ധി കർമ്മം ചെയ്യണം. ഓരോ ആൾക്കാർക്കും ഓരോ ഉദ്ദേശം. നമ്മൾക്കെല്ലാവർക്കും ഓരോ ഉദ്ദേശ ലക്ഷ്യമുണ്ട്. അവതാര ഉദ്ദേശം തിന്നുക, കിടക്കുക, അപ്പിയിടുക, ഇതല്ല. ഇത് അത് കർമ്മമാണ്, നമ്മുടെ ഇതില്ല. പക്ഷെ നമുക്കെല്ലാവർക്കും ലക്ഷ്യബോധം വേണം. നമ്മൾ ഓരോ ആൾക്കാരും ഇവിടെ അവതാരം എടുത്തിരിക്കുക. എല്ലാവരും മഹാവിഷ്ണുവിൻ്റെ അവതാരം തന്നെയാണ്. ആ മഹാവിഷ്ണുവിൻ്റെ അംശമാണ് നമ്മൾ എല്ലാവരിലും ഉള്ളത്. അപ്പോൾ നമ്മുടെ അവതാര ഉദ്ദേശം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഞാൻ എന്താണ് എൻ്റെ ഉദ്ദേശ ലക്ഷ്യം? നിങ്ങൾക്ക് ഉദ്ദേശ ലക്ഷ്യം അറിയില്ലെങ്കിൽ ഗുരുക്കന്മാരോട് ചോദിക്കാം. അപ്പോൾ അവർ പറഞ്ഞു തരും. ആ ഉദ്ദേശ ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ പ്രയത്നിക്കണം. ഇവിടെ 21 പ്രാവശ്യം ഭൂമിയിലുള്ള ദുഷ്ടന്മാരായ ആൾക്കാരെ നിഗ്രഹിച്ച് അവിടെ ശുദ്ധി വരുത്തണം എന്നാണ് പറയുന്നത്. അപ്പോൾ 21 വട്ടം നിഗ്രഹിച്ച് ശുദ്ധി വരുത്തി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥകൾ വളരെ ദാരുണമാണ്. ഓരോ ആൾക്കാരും വളരെ ക്രൂരന്മാരായിട്ടുള്ള രാജാക്കന്മാരാണ്. അപ്പോൾ അവരൊക്കെ നശിപ്പിക്കണം. ശ്രേഷ്ഠന്മാരെ ഒന്നും കൊന്നുകളയരുത്, അവരെയൊക്കെ പരിപാലിക്കുക വേണം. അങ്ങനെയാണ് ജനകനും ദശരഥനൊക്കെ ബാക്കിയായത്. ദുഷ്ടന്മാരെയൊക്കെ തന്നെ അങ്ങോട്ട് കൊന്നുകളഞ്ഞു. അപ്പോൾ അതിനുശേഷം ഇവർ മുഴുവൻ കൊന്നതിന് ശേഷം അവരുടെ സ്വത്തൊക്കെ നിൻ്റെതാവുമല്ലോ. ഇത് മുഴുവൻ തന്നെ കശ്യപന് ദാനം ചെയ്യണം. കശ്യപൻ എന്ന് പറയുമ്പോൾ ശ്രേഷ്ഠന്മാരായ ആൾക്കാർക്ക് ദാനം നൽകണമെന്നാണ്. ശ്രേഷ്ഠന്മാരായ ആൾക്കാരെയാണ് നമ്മൾ പറയുന്നത് ബ്രാഹ്മണൻ, അല്ലാണ്ട് പൂണൂലിട്ടവനല്ല. ആ കാലഘട്ടത്തിൽ വൈശ്യനും ശൂദ്രനും എല്ലാവർക്കും, ക്ഷത്രിയനും എല്ലാം തന്നെ പൂണൂലുണ്ട്. അവർക്ക് ഏത് തരത്തിലെ പൂണൂല ഇടേണ്ടതൊക്കെ വളരെ കൃത്യമായിട്ട് മനുസ്മൃതിയിൽ പറയുന്നുണ്ട് ആ കാലഘട്ടത്തിൽ. അപ്പോൾ പൂണൂലിട്ടവനല്ല ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. ശ്രേഷ്ഠന്മാരായ ആരുണ്ടോ, നിങ്ങളൊക്കെ ചിലപ്പം ബ്രാഹ്മണന്മാരായിരിക്കും, നിങ്ങളുടെ കർമ്മഫലം പോലെ. അപ്പോൾ അവർക്ക് ദാനം നൽകുമ്പോൾ കശ്യപൻ എന്ന് ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ്. അല്ലാണ്ട് കശ്യപൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് മുഴുവൻ കൊടുക്കുക എന്നുള്ളതല്ല. കശ്യപൻ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠൻ എന്നുകൂടി അർത്ഥമുണ്ട് എന്നർത്ഥം. അതിന് ശേഷം നീ എന്ത് വേണമെന്ന് വെച്ചാൽ, ഈ ത്രേതായുഗത്തിൽ ഞാൻ തന്നെ ദശരഥപുത്രനായിട്ട് വരും. അപ്പോൾ അങ്ങനെ ഭൂമിയിൽ ഞാൻ വരുന്ന അവസരത്തിൽ അന്ന് നമ്മൾ തമ്മിൽ പരസ്പരം കാണുക. ആ അവസരത്തിൽ നിൻ്റെ ഉള്ളിലുള്ള വൈഷ്ണവ തേജസ് ആ ദാശരഥിയിൽ എന്ന് വെച്ചാൽ ശ്രീരാമചന്ദ്രനിലേക്ക് പൂർണ്ണമായിട്ടും ലയിപ്പിക്കണം. തുടർന്ന് ബ്രഹ്മപ്രളയം വരെ നീ തപസ് ചെയ്തിട്ട് എന്നെ പ്രാപിക്കുക. ഇതാണ് മഹാവിഷ്ണു കൊടുത്ത അവതാരം, അല്ല ഈ മഹാവിഷ്ണു കൊടുത്ത വരം. ഈ വരം ഇവിടെ സാധ്യമാവുകയാണ്. കാരണം എൻ്റെ അവതാര ഉദ്ദേശം പൂർത്തിയായി കഴിഞ്ഞു. ഞാൻ അങ്ങേക്ക് ആ വൈഷ്ണവ ചാപം അങ്ങോട്ട് തന്നല്ലോ. ആ വൈഷ്ണവ ചാപം എന്ന് പറഞ്ഞാൽ എൻ്റെ വൈഷ്ണവ തേജസ്സാണ് ഞാൻ അങ്ങോട്ട് തരുന്നത്. അഹങ്കാരത്തോടു കൂടി പറഞ്ഞു എന്ന് നമ്മൾ ആദ്യമൊക്കെ പറഞ്ഞത് അല്ലേ? എന്നാൽ അതല്ല. യഥാർത്ഥത്തിൽ ആ വൈഷ്ണവ തേജസ് സ്വീകരിക്കണമെങ്കിൽ അതിന് ശക്തിയുള്ള ആൾക്കാർക്ക് മാത്രമേ കഴിയൂ. ഇല്ലേ, കഴിയില്ല. ആ ശക്തി ഉണ്ടോ ഇല്ലോ എന്ന് അറിയണം, അത് പരീക്ഷണം, മറ്റുള്ളവർക്കെല്ലാം തെളിയിക്കണ്ടേ. അപ്പോൾ ആ അവസരത്തിൽ ഈ വൈഷ്ണവ തേജസ്സായിട്ടുള്ള വൈഷ്ണവ ചാപം അങ്ങോട്ട് കൊടുക്കുന്നു. അങ്ങോട്ട് കൊടുത്തതിന് ശേഷമാണ് ആ ശ്രീരാമൻ കുറച്ചും കൂടി പ്രത്യേക തരത്തിലുള്ളൊരു ജ്വാല തേജസ് ഉണ്ടാവുകയാണ് അവിടെ. ഇവിടെ ഇതിനു ശേഷം മരണം, ഈ മഹാമുനിയായിട്ടുള്ള ഭാർഗവരവൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വിശ്വാസം, ചിരഞ്ജീവിയായിട്ട്. കാരണം ബ്രഹ്മപ്രളയാന്തം വരെ ഈ ത്രേതായുഗത്തിലാണ്. അതിനുശേഷം ദ്വാപരയുഗം കഴിഞ്ഞു. ആ ദ്വാപരയുഗത്തിലാണ് പരശുരാമൻ കർണൻ്റെയും ഭീഷ്മരുടെയും ദ്രോണരുടെയൊക്കെ ഗുരുവായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം ഈ കലികാലത്തിലും ഈ പരശുരാമൻ 108 ശിവാലയങ്ങളും 108 ദുർഗാലയങ്ങളും 108 ശാസ്താക്ഷേത്രങ്ങളൊക്കെ ഈ കേരള ഭൂമിയിൽ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. കേരളം ഉണ്ടാക്കിയത് പരശുരാമനാണെന്നൊക്കെ പറയുന്നു.
അപ്പോൾ ഇത്തരത്തിലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്ത് ഇപ്പോഴും പരശുരാമനിവിടെയുണ്ട്, പ്രളയം വരെയുണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വൈഷ്ണവ തേജസ്സെല്ലാം ഞാൻ ആക്കിയിരിക്കുകയാണ്. ഇനി ഈ ബ്രഹ്മാദി ദേവകളാൽ പ്രാർത്ഥിക്കപ്പെട്ടുള്ളൊരു ധർമ്മങ്ങൾ മായാഫലം കൊണ്ട് സാധിപ്പിക്കുക നീ എന്നാണ് പറയുന്നത്. നീ സാക്ഷാൽ നാരായണൻ തന്നെയാണ്. ഇത് ആര് കേൾക്കുന്നു? അവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ജനങ്ങളും കേൾക്കുന്ന വിധത്തിലാണ് പറയുന്നത്. അപ്പോൾ ഇനി തൻ്റെ കർത്തവ്യത്തിലേക്ക് നീങ്ങാം എന്ന് പറയുന്നു. അതിനുശേഷം ഈ വൈഷ്ണവ ശാപം അങ്ങോട്ട് കൊടുത്തു, സംഭവ വികാസങ്ങളെല്ലാം പറഞ്ഞു. ഇനി എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇന്നിപ്പോൾ സഫലമായി വന്നിതോ മമ ജന്മം, മുന്നം ചെയ്തൊരു തപസാഫല്യമെല്ലാം വന്നു, ബ്രഹ്മമുഖ്യന്മാരാലും കണ്ടു കിട്ടിയിടാതൊരു നിർമ്മലമായ രൂപം കാണായി വന്നതു മൂലം. ഇവിടെ ഈ വൈഷ്ണവ തേജസ് അങ്ങോട്ട് കൊടുക്കുമ്പോൾ അവിടെ ശ്രീരാമനിൽ ഒരു വല്ലാത്തൊരു തേജസ്സാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ആ തേജസ് കാണാനുള്ള സൗഭാഗ്യം അവിടെ എല്ലാവർക്കും ഉണ്ടാവില്ല. അത് പരശുരാമനാണ് ഉണ്ടായിട്ടുള്ളത്. പരശുരാമൻ പറയുന്നത് എൻ്റെ ജന്മം ഇപ്പോൾ സഫലമായി, കാരണം ഇത്രയും കാലം ഞാൻ എൻ്റെ ഈ ഒരു സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ മുന്നം ചെയ്തൊരു തപസ്സിൻ്റെ ഫലമാണ് ഇവിടെ സമാപ്തമായിരിക്കുന്നത്. ആർക്കും കാണാൻ പറ്റാത്തൊരു കാര്യം. കാരണം വെച്ചാൽ ബ്രഹ്മാവിനായാലും വിഷ്ണുവിനായാൽ പോലും കാണാൻ കഴിയില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ശ്രീരാമന് ഈ വൈഷ്ണവ തേജസ് അങ്ങോട്ട് കൊടുക്കുന്ന ആ തേജസ് അങ്ങോട്ടും ഇങ്ങോട്ട് കൈമാറുന്ന ആ അസുലഭ നിമിഷം കാണാനുള്ള ഒരേ ഒരു സൗഭാഗ്യമുണ്ടായത് ഭാർഗവരാമന് മാത്രമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ പറയുകയാണ്, ധന്യനായി കൃതാർത്ഥനായി സ്വസ്ഥനായി വന്നേനല്ലോ, നിന്നുടെ രൂപമുള്ളിൽ സന്തതം വസിക്കേണം, അജ്ഞാനോത്ഭവങ്ങളാം ജന്മാദി ഷഡ്ഭാവങ്ങൾ സുജ്ഞാനസ്വരൂപനാം നിങ്കലില്ലല്ലോ പോറ്റി. എന്നിട്ട് പറയാണ്, അങ്ങയുടെ രൂപം എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകണം. ഈ തേജസ് കൈമാറുമ്പോഴുണ്ടായ ഒരു ഇതുണ്ടല്ലോ, ആ രൂപം എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകണം എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയാണ്, അജ്ഞാനത്തിൽ നിന്നും ഉത്ഭവിച്ച ജന്മം, അറിവില്ലായ്മയിൽ നിന്നാണ് നമുക്കെല്ലാം ഇപ്പോൾ ഉള്ളത്. ഞാൻ ആരാണ്, എന്താണ്, എങ്ങനെയാണെന്ന് ഒരാൾക്കും അറിയുന്നില്ല. അതിൽ ബാല്യവും കൗമാരവും യൗവനവും വാർദ്ധക്യവും മരണവും എന്നുള്ള 6 ഭാവങ്ങൾ ജ്ഞാനികൾക്കില്ല. അറിവില്ലവർക്ക് അറിയില്ല. കാരണം എന്താ, ഈ നമ്മുടെ ശരീരത്തിൽ ബാല്യമുണ്ട്, കൗമാരമുണ്ട്, യൗവനമുണ്ട്, വാർദ്ധക്യമുണ്ട്, മരണമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ നടക്കുവാണ്. പക്ഷെ അതിലുള്ള ആത്മാവിനത് സംഭവിക്കുന്നില്ല. അതറിയണമെങ്കിൽ അവ ജ്ഞാനിയാകണം, അറിവുള്ളവനാവണം. അറിവുള്ളവന് കൃത്യമായിട്ട് അറിയാം, ഈ ആത്മാവിന് ഒരിക്കലും ബാല്യമോ കൗമാരമോ യൗവനോ വാർദ്ധക്യമോ മരണമൊന്നും ആത്മാവിനില്ല, ജനനവുമില്ല. പക്ഷെ ശരീരത്തിന് അത് സംഭവിക്കുന്നുണ്ട്. അത് ശരീരത്തിന് മാത്രമുള്ളതാണ് എന്നറിയാം. അപ്പോൾ അങ്ങനെയുള്ള ആ അറിവുള്ളവന്, ജ്ഞാനിയായ ശ്രീരാമചന്ദ്രൻ അത് കൃത്യമായിട്ട് അറിയാം. അവിടെ ഉള്ളതിൽ എന്താണ്, ജ്ഞാനിയാൾക്ക് മാത്രമേ ഈ പറഞ്ഞ ആത്മാവിന് മരണവും ജനനവുമില്ല, ബാല്യവും കൗമാരവുമില്ല, യൗവനവും വാർദ്ധക്യവുമില്ല എന്നുള്ള കാര്യം അറിവുള്ളവനില്ല അറിയൂ. ഇവിടെ ശ്രീരാമചന്ദ്രൻ അറിവുള്ളവനാണ്. അതുകൊണ്ട് തന്നെ അങ്ങക്ക് ഇതെല്ലാം അറിയുന്നതല്ലേ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങ് ഇത് കൃത്യമായിട്ട് അറിയുന്നുണ്ട്. അങ്ങ് മോക്ഷപ്രദായകനാണ്. അഗ്നിയിൽ നിന്നും പുക പൊങ്ങുന്നത് പോലെ, ജലത്തിൽ നിന്ന് പത വരുന്നുണ്ടല്ലോ, നുര വരുന്നത് പോലെ നിന്റെ മഹാമായ വൈഭവം എപ്പോഴും അത്ഭുതപ്പെടുത്തുന്നതാണ് ശ്രീരാമചന്ദ്രൻ്റെത് എന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കാം ആ ഭാഗം പറയുന്നത് എങ്ങനെയാണ്. നിർവികാരാത്മാ പരിപൂർണനായിരിപ്പൊരു നിർവാണപ്രദനല്ലോ നിന്തിരുപടി പാർത്താൽ, അഗ്നിയിൽ ധൂമം പോലെ വാരിയിൽ നുര പോലെ നിന്നുടെ മഹാമായ വൈഭവം ചിത്രം ചിത്രം. യാവൽ പര്യന്തം മായാ സംവൃതം ലോകമോർത്താൽ, താവൽ പര്യന്തമറിയാവല്ല ഭവതത്വം. സത്സംഗം കൊണ്ടു ലഭിച്ചിടിന ഭക്തിയോടെ തൊൽസേവാരതന്മാരാം മാനുഷർ മല്ലേ മല്ലേ. മനുഷ്യന്മാരായ ആൾക്കാർ നിന്റെ മഹാമായ സാവധാനത്തിലേ മനസ്സിലാക്കുകയുള്ളൂ.
അവർ നിരന്തരമായ പരിശ്രമത്തിലൂടെ മാത്രമേ അത് മനസ്സിലാക്കുകയുള്ളൂ. പക്ഷെ നിനക്കിതെല്ലാം അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നിൻ്റെ മഹാമായാഭൈഭവം നേരിട്ട് കാണാനുള്ള സൗഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അതിൽ ഞാൻ സന്തോഷവാനാണ് എന്ന് പറയുന്നു. ത്വന്മായാരചിതമാം സംസാര പാരാവാരം തന്മറുകരയേറിയിടുന്നതൂ കാലം കൊണ്ടേ. ത്വജ്ഞാനപരന്മാരാം മാനുഷജനങ്ങൾക്കും അജ്ഞാനം നീക്കുവൊരു സൽഗുരു ലഭിച്ചിടും. സൽഗുരുവരങ്കൽ നിന്നൻപോടു വാക്യജ്ഞാനമുൾക്കാമ്പുലുദിച്ചിടും. തൊൽപ്രസാദത്താലപ്പോൾ കർമ്മബന്ധത്തിങ്കൽ നിന്നാശു വേർവെട്ടു ഭവചിന്മയ പാദത്തിങ്കലാഹന്തലയിച്ചിടും. ഓരോ മനുഷ്യരും അവരവർക്കുള്ള അജ്ഞാനം നീക്കുവാനായിട്ട് ശ്രേഷ്ഠന്മാരായ ഗുരുവിനെ അങ്ങയുടെ കടാക്ഷത്താലാണ് ലഭിക്കുന്നത്. അങ്ങനെ ആ ശ്രേഷ്ഠന്മാരായ ഗുരുവിൻ്റെ അനുഗ്രഹത്താൽ അവർക്ക് ശ്രേഷ്ഠ മാർഗം ലഭിക്കുകയും അതോടുകൂടി അവരുടെ അജ്ഞാനം മാറി അവിടെ ജ്ഞാനം ലഭിക്കുകയും ആ ജ്ഞാനം നിമിത്തം അവർ കർമ്മബന്ധങ്ങളിൽ നിന്നും മുക്തരായിട്ട് നിന്റെ പാദങ്ങളിലേക്കും, നിന്റെ പാദം എന്ന് പറഞ്ഞാൽ മോക്ഷത്തിലേക്ക് എത്തിച്ചേരും എന്ന് പറയുന്നു. തൊൽഭക്തിവിഹീനന്മാരായുള്ള ജനങ്ങൾക്കും കൽപ്പകോടികൾ കൊണ്ടു സിദ്ധിക്കയില്ലയല്ലോ. വിജ്ഞാന അജ്ഞാന സുഖം മോക്ഷമെന്നറിഞ്ഞാലും അജ്ഞാനം നീക്കി ത്വൽബോധം മമ സിദ്ധിക്കേണം. ആകയാൽ ത്വൽപാദ പത്മങ്ങളിൽ സദാകാലം ആകുലം കൂടാതൊരു ഭക്തി സംഭവിക്കണം. ഇവിടെ ആ അജ്ഞാനം അജ്ഞാനം പോകാൻ വേണ്ടി സൽഗുരുവിൽ നിന്നും വിജ്ഞാനം ലഭിച്ചിട്ട് അവർ മോക്ഷത്തിലേക്ക് അങ്ങയുടെ പാദങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. അങ്ങനെ വരുന്ന ആ അങ്ങയുടെ പാദങ്ങളിൽ എപ്പോഴും സദാകാലവും ഭക്തിയോടുകൂടി കഴിയുവാനുള്ളൊരു അവസരം ഉണ്ടാകണേ എന്നുള്ളൊരു പ്രാർത്ഥന ഇവിടെ നമ്മൾ ഓരോ ആൾക്കാരിലും ഉണർത്തുകയാണ് ഭാർഗവരാമൻ ചെയ്യുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്? നമസ്തേ ജഗത്പദേ, നമസ്തേ രമാപദേ, നമസ്തേ ദാശരഥേ, നമസ്തേ സദാംപദേ. ശ്രീരാമചന്ദ്രനെ സ്തുതിക്കുകയാണ്. നമസ്തേ വേദപദേ, നമസ്തേ ദേവപദേ, നമസ്തേ മഖപദേ, നമസ്തേ ധരാപദേ, നമസ്തേ ധർമ്മപദേ, നമസ്തേ സീതാപദേ, നമസ്തേ കാരുണ്യാംബുദേ, നമസ്തേ ചാരുമൂർത്തേ, നമസ്തേ രാമ രാമ, നമസ്തേ രാമചന്ദ്ര, നമസ്തേ രാമ രാമ, നമസ്തേ രാമഭദ്ര. സന്തതം നമസ്തുതേ ഭഗവാൻ, നമസ്തുതേ ചിന്തയേ ഭവചരണാംബുജം, നമസ്തുതേ. സ്വർഗതിക്കായിട്ടെന്നാൽ സഞ്ചിതമായ പുണ്യമൊക്കെ നിൻ ബാണത്തിനു ലക്ഷ്യമായി ഭവിക്കേണം എന്നതു കേട്ടു തെളിഞ്ഞ നേരം ജഗന്നാഥൻ മന്ദഹാസവും ചെയ്തു ഭഗവാനോടു ചൊന്നാൻ. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത്തരത്തിൽ പുണ്യമായ ഒരു അന്തരീക്ഷം ഉണ്ടാകണം. സ്വർഗതിക്കായിട്ട്, സ്വർഗതി എന്ന് പറഞ്ഞാൽ മോക്ഷം എന്നാണ് ഇവിടെ പറയുന്നത്. സ്വർഗതിക്കായിട്ടെന്നാൽ സഞ്ചിതമായിട്ട് ഞാൻ ഇത്രയും കാലവും പ്രവൃത്തി ചെയ്തിട്ട് എന്തിനീ മോക്ഷത്തിലേക്കുള്ള വഴിയാണ് സ്വർഗതി എന്ന് വെച്ചാൽ ശ്രേഷ്ഠമായ കർമ്മം. നമ്മളിവിടെ ജനിക്കുന്ന വ്യക്തി ഇവിടെ ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ച് സഞ്ചിത കർമ്മങ്ങളുടെ ഒരു സഞ്ചി നമ്മുടെ കയ്യിലുണ്ടാകും. ആ സഞ്ചിത കർമ്മത്തിൽ പുണ്യവും പാപവും അടങ്ങിയതാണ് ആ സഞ്ചികൾ, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ. അപ്പോൾ അതിൽ പുണ്യകർമ്മമുണ്ട്, പാപകർമ്മവും ഉണ്ടാകും. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും സഞ്ചിയിലായിട്ടുണ്ടാവും. അതിനാണ് സഞ്ചിത കർമ്മഫലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സഞ്ചിയിലുള്ള പുണ്യകർമ്മത്തിനനുസരിച്ചാണ് നമുക്ക് അടുത്തൊരു ജന്മം കിട്ടുക. എന്നുവെച്ചാൽ ആ പുണ്യകർമ്മം ശ്രേഷ്ഠമായെങ്കിൽ ശ്രേഷ്ഠമായൊരു ജന്മം കിട്ടും. ദുഷ്ടകർമ്മമാണ് കൂടുതലെങ്കിൽ, പാപകർമ്മമാണ് കൂടുതലെങ്കിൽ നമുക്ക് ദുഷിച്ച ഒരു ജന്മമാണ് കിട്ടുക. അപ്പോൾ ഇവിടെ പറയുന്നത് സ്വർഗതിക്കായിട്ട് എന്നാൽ സഞ്ചിതമായ പുണ്യമൊക്കെ. കാരണം ഞാൻ മോക്ഷം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുണ്യമായിട്ട് സഞ്ചിത കർമ്മത്തിൽ പുണ്യകർമ്മമാണല്ലോ പ്രധാനം, നല്ല ശ്രേഷ്ഠമായ ജന്മം കിട്ടാൻ. അപ്പോൾ എനിക്ക് ഞാൻ ചെയ്തിട്ടുള്ള പുണ്യകർമ്മങ്ങളുടെ ഒരുപാട്,
ആ പുണ്യകർമ്മങ്ങളൊക്കെ നിന്റെ ബാണത്തിന് ലക്ഷ്യമായിട്ട് ഭവിക്കട്ടെ. നീ കുലച്ചിട്ടല്ലേ ഉള്ളത്, അപ്പോൾ നിന്റെ ബാണത്തിന് ലക്ഷ്യമായി ഭവിക്കട്ടെ എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മളൊക്കെ ചിന്തിക്കുന്നത് മറ്റൊരു തരത്തിലാണ്. അസ്ത്രം തൊടുത്ത് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, ഈ അസ്ത്രം പോയിട്ട് അവിടെ ചെന്ന് തറക്കുക എന്നല്ല, മറിച്ച് ശ്രീരാമന് ഇനിയുള്ള ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ആ ലക്ഷ്യത്തിലേക്കല്ലേ അസ്ത്രം അയക്കുന്നത്, ആ ലക്ഷ്യം പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ ഇവിടെ സഞ്ചിതമായ ഒരുപാട് പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ആ പുണ്യകർമ്മങ്ങളായിരിക്കണം നിന്റെ ലക്ഷ്യം. ആ പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ട് നീ നിന്റെ പാത മുന്നോട്ട് തെളിയിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളൊക്കെ ചിന്തിക്കുക അസ്ത്രം വന്ന് തറക്കുന്നു, അത് കവി ഭാവനയിൽ പറയുന്നു. അതിൻ്റെ ശരിയായ തത്വം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ല ആൾക്കാരായിട്ട് എപ്പോഴും കൂട്ടുകൂടുക, കൂട്ടുകെട്ട് എപ്പോഴും നല്ലതായിരിക്കണം. അപ്പോൾ ആ കൂട്ടുകെട്ട് നല്ലതാകുമ്പോൾ അവരിലൂടെ നമ്മൾ ശ്രേഷ്ഠമായ തലത്തിലേക്ക് പോകും, നമുക്ക് ലക്ഷ്യം കൃത്യമായി കിട്ടും. പുകവലിക്കുകയും മദ്യപാനം നടത്തുകയും മോഷണം നടത്തുകയും ചെയ്യുന്ന കുറേ ആൾക്കാരെപ്പരാണ് ഒരു നല്ല ആൾക്കാർ കൂടിയതെങ്കിൽ അവരത് വഴിതെറ്റിട്ട് ആ മോശമായ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരും. അതല്ല, മദ്യപാനിയായ ഒരാളാണ്, ലഹരി ഉപയോഗിക്കുന്ന ഒരാളാണെന്നിരിക്കട്ടെ, അയാൾ ശ്രേഷ്ഠന്മാരായ ആൾക്കാരൊപ്പം മദ്യവോ മയക്കുമരുന്നോ ഒന്നും ഉപയോഗിക്കാത്ത, കള്ളവും മറ്റു വൃത്തികേടുകളൊന്നും ചെയ്യാത്ത കുറേ ആൾക്കാരപ്പുറം കൂടിയെന്നിരിക്കട്ടെ, എന്ന് വെച്ചാൽ രത്നാകരനായിട്ടുള്ള ആ കാട്ടുകൊള്ളക്കാരൻ സപ്തർഷികളായിട്ടുള്ള ശ്രേഷ്ഠന്മാരപ്പുറം കൂടിയപ്പോൾ വാൽമീകിയായി തീർന്നതുപോലെ നമ്മൾ ശ്രേഷ്ഠന്മാരായ ആൾക്കാരോടൊപ്പം കൂടിയിട്ട് ശ്രേഷ്ഠമായ തലത്തിലേക്ക് എത്തണം. ഇവിടെ പരശുരാമൻ പറയുകയാണ്, ഞാൻ ഒരുപാട് വർഷക്കാലം അവിടെ നിന്നതല്ലേ, കൃതയുഗത്തിലേ ഉള്ളതാണ്. അപ്പോൾ ആ പരശുരാമൻ്റെ ശ്രേഷ്ഠമായ പ്രവൃത്തികൾ മാതൃകയാക്കിയിട്ട് മുന്നോട്ട് പോകണം, അതായിരിക്കണം നിൻ്റെ ലക്ഷ്യം. ഒരുപാട് കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, ആ കർമ്മത്തിൽ ദുഷ്ടന്മാരെ ഒക്കെ നിഷ്കരണം കൊന്നുകളഞ്ഞിട്ടുണ്ട്, അത് തന്നെ നമ്മൾ ചെയ്യണം. ദുഷ്ടതകൾ ഇല്ലാതെയാക്കണം. ദുഷ്ടന്മാരെന്ന് പറയുമ്പോൾ സാധുജനങ്ങളെ ഉപദ്രവിക്കുന്ന എല്ലാമായി, കള്ളമായി, ചതിവായി, വഞ്ചനയായി, അതുപോലെ തന്നെ അവിടെയുള്ള എല്ലാ വൃത്തികേടുകളും ദുഷ്ടന്മാരാണ്. അപ്പോൾ ആ ദുഷ്ടതയെല്ലാം ഇല്ലാതാക്കണം എന്നാണ് അവിടെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അതിനുള്ള വഴി പറഞ്ഞു കൊടുക്കണം. അതാണ് ഇനി നിൻ്റെ ലക്ഷ്യം എന്നുള്ളതിൽ ഇനി അസ്ത്രം അങ്ങോട്ട് തൊടുക്കുക എന്നുവെച്ചാൽ മുന്നോട്ടേക്ക് പോകാനുള്ള വഴി അതാണ് എന്ന് ഇവിടെ ദശരഥൻ അല്ലെങ്കിൽ ഈ ഭാർഗവരാമൻ ഈ ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു കൊടുക്കുകയാണ്. സന്തോഷം പ്രാപിച്ച ഞാൻ നിന്തൊരുപടിയുള്ളിലെന്തൊന്നു ചിന്തിച്ചതെന്നാൽ അവയെല്ലാം. അങ്ങനെ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ദശരഥപുത്രനോട് പറയുകയും ചെയ്തു. ഏറ്റവും അവസാനമായിട്ട് പരശുരാമൻ പറയുകയാണ്, അങ്ങയുടെ പാദപത്മങ്ങളിൽ എല്ലാ കാലവും ഭക്തിയോടുകൂടി കഴിയുവാനുള്ളൊരു അനുഗ്രഹം എനിക്കുണ്ടാക്കി തരണം മാധവ രഘുപതേ രാമകാരുണ്യാംബുദേ എന്നിവിടെ പറയുന്നു. ഏതാനും അനുഗ്രഹമുണ്ടെന്നെ കുറിച്ചെങ്കിൽ പാദഭക്തന്മാരിലും പാദപത്മങ്ങളിലും ചേതസീ സദാകാലം ഭക്തി സംഭവിക്കണം മാധവ രഘുപതേ രാമകാരുണ്യാംബുദേ. ഇനി അടുത്ത ഭാഗം വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. എന്താണെന്നറിയോ? ഈ സ്തോത്രം മയാകൃതം ജപിച്ചിടുന്നു ഭമാൻ ഭക്തനായി തത്വജ്ഞാനനായിടേണം വിശേഷിച്ചും മൃത്യു വന്നെടുക്കുമ്പോൾ ത്വൽപാദാംബുജഗതി ചിത്തേ സംഭവിപ്പതിനായി അനുഗ്രഹിക്കണം. പറയാണ്, രഘുപതേ കാരുണ്യാംബുദേ രാമ, ഈ സ്തോത്രം ജപിക്കുന്ന ഇത് ആരായാലും, മനുഷ്യനായാലും മറ്റാരായാലും, മനുഷ്യൻ ഭക്തനും തത്വജ്ഞാനനുമായിടണം. അവൻ മരണമടുക്കുന്ന സമയത്ത് അങ്ങയുടെ പാതാരവിന്ദങ്ങളെ ഓർക്കാനും സ്മരിക്കുവാനും അനുഗ്രഹമുണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീരാമൻ പറയുകയാണ്, എന്നാൽ പിന്നെ അങ്ങനെ തന്നെയാകട്ടെ. എങ്ങനെ പറയുന്നത്? അങ്ങനെ തന്നെയെന്നു രാഘവൻ നിയോഗത്താൽ തിങ്ങിനാ ഭക്തി പൂണ്ടു രേണുകതനയനും സാദരം പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടു കൂപ്പി പ്രീതനായി ചെന്നു മഹേന്ദ്രജലം പൂക്കിയിടിനാൻ. അദ്ദേഹം ശ്രീരാമചന്ദ്രൻ ഈ പറയുന്ന ഭാർഗവരാമൻ്റെ വാക്കുകളെല്ലാം അതേപടി സംഭവിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചും കൊണ്ട് യാത്ര തുടരുന്നു. ഈ അവസരത്തിൽ ഭാർഗവരാമൻ ശ്രീരാമചന്ദ്രൻ നല്ലതുപോലെ പ്രാർത്ഥിച്ചും കൊണ്ട് സ്തുതിച്ചും കൊണ്ട് പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് നേരെ മഹേന്ദ്ര പർവ്വതത്തിലേക്ക് പോയി ശിഷ്ടകാലം തപസ് ചെയ്യാൻ എന്ന് പറയുന്നു.
തുടർന്നുള്ള ഭാഗം: ഭൂപതി ദശരഥൻ താനതി സന്തുഷ്ടനായി താപഭൂമകന്നു തൻ പുത്രനാം രാമൻ തന്നെ ഗാഠമായ ആശ്ലേഷം ചെയ്ത് ആനന്ദശ്രുക്കളോടും പ്രൗഢാത്മാവായ വിധിനന്ദനോടുകൂടി പുത്രന്മാരോടും പടയോടും ചെന്നയോധ്യയിൽ സ്വസ്ഥമാനസനായി വാണിയിടിനാൻ കീർത്തിയോടെ. ശ്രീരാമാദികൾ നിജ ഭാര്യമാരോടും കൂടി സ്വൈരമായി രമിച്ചു വാണിയിടിനാരെല്ലാവരും. ദശരഥന് വളരെയേറെ സന്തോഷമുണ്ടായി. അദ്ദേഹം തൻ്റെ മകനെ ഗാഢമായി കെട്ടിപ്പിടിച്ചു. കണ്ണിൽ നിന്നും ധാരയായിട്ട് ആനന്ദ അശ്രുക്കൾ അടർന്നു വീണു. തുടർന്നവർ പടയോടും കൂടി നേരെ അയോധ്യയിൽ എത്തിച്ചേർന്നു. അവിടെ സ്വസ്ഥമായിട്ട് പിന്നീടുള്ള കാലം കഴിഞ്ഞുകൂടി. ശ്രീരാമനും അനുജന്മാരും ഭാര്യമാരോടുകൂടി സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകുന്നു എന്നർത്ഥം. വൈകുണ്ഠപുരി തന്നിൽ ശ്രീ ഭഗവതിയോടു വൈകുണ്ഠൻ വാഴും പോലെ രാഘവൻ സീതയോടും ആനന്ദമൂർത്തിയുമായ മാനുഷവേഷം കൈകൊണ്ട് ആനന്ദം പൂണ്ടു വസിച്ചിടിനാനനുദിനം. ആ വൈകുണ്ഠത്തിൽ സാക്ഷാൽ നാരായണൻ മഹാലക്ഷ്മിയോടൊന്നിച്ച് എങ്ങനെയാണോ കഴിയുന്നത്, അതേപോലെ അയോധ്യയിൽ ശ്രീരാമചന്ദ്രൻ സീതാദേവിയോടൊന്നിച്ച് കഴിയുകയാണ് എന്ന് പറയുന്നു. കേകേയാ നരാധിപനാകിയ യുധാജിത്തും കൈകേയി തനയനെ കൂട്ടിക്കൊണ്ടങ്ങു ചെൽവാൻ ദൂതനെ അയച്ചതു കണ്ടൊരു ദശരഥൻ സോദരനായി മേ വീടും ശത്രുഘ്നനോടുകൂടി സാദരം ഭരതനെ പോവാനായി നിയോഗിച്ചാൽ ആദരവോടു നടന്നിടിനാരവർകളും. മാതുലൻ തന്നെ കണ്ടു ഭരതശത്രുഘ്നന്മാർ മോദമുൾക്കൊണ്ടു വസിച്ചിടിനാരതൂകാലം. മൈഥിലിയോടും നിജനന്ദനോടും ചേർന്നു കൗസല്യദേവിതാനും പരമാനന്ദം പൂണ്ടാൾ. രാമലക്ഷ്മണന്മാരാം പുത്രന്മാരോടും നിജ ഭാര്യമാരോടും ആനന്ദിച്ചു ദശരഥൻ. സാകേതപുരി തന്നിൽ സുഖിച്ചു വാണിയിടിനാൻ പാകശാസനൻ അമരാലയെ വാഴും പോലെ നിർവികാരാത്മാവായ പരമാനന്ദമൂർത്തി സർവലോകാനന്ദാർത്ഥം മനുഷ്യാകൃതി പൂണ്ടു തന്നുടെ മായാദേവിയാകിയ സീതയോടും ഒന്നിച്ചു വാണാനയോധ്യാപുരി തന്നിലെന്നേ. ഈ സന്തോഷപൂർണമായ അന്തരീക്ഷത്തിൽ ഈ നിൽക്കുന്നപ്പോഴാണ് ഈ ദശരഥൻ്റെ അയോധ്യയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള കൈകേയിയുടെ സഹോദരനായ യുധാജിത്ത് ആൾക്കാരെ പറഞ്ഞേക്കുന്നത്, ഒന്ന് മരുമക്കളെ ഒന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. സ്കൂൾ കുട്ടികളൊക്കെ നമ്മൾ പോകുന്നത് പോലെ. അപ്പോൾ ആ അവധിക്കാലം ആയ സമയത്ത് ഇവരെ കൂട്ടാൻ വേണ്ടിയിട്ട് അമ്മാവൻ പറഞ്ഞയച്ചു. ആ അവസരത്തിൽ ഭരതനും അനുജനായിട്ടുള്ള ശത്രുഘ്നനും കൂടിയിട്ട് ആ യുധാജിത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് പോകുന്നു, അവിടെ കുറച്ച് കാലം കഴിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെയാണെങ്കിലോ, അയോധ്യയിലാണെങ്കിൽ അവിടെ എല്ലാവരും ദശരഥൻ, കൈകേയി, കൗസല്യ, സുമിത്ര, മറ്റു മാതാക്കൾ എല്ലാ ആൾക്കാരും, അതുപോലെ സീതയും, അതുപോലെ തന്നെ ശ്രീരാമനും മറ്റുള്ള പുത്രന്മാരും ലക്ഷ്മണനും ഉർമിളയും ഒക്കെ തന്നെ ഇന്ദ്രൻ ദേവലോകത്ത് വാഴുന്നത് പോലെ ഇവിടെ ദശരഥൻ്റെ കൊട്ടാരത്തിൽ എല്ലാവരും സന്തോഷപൂർവ്വം സുഖിച്ച് ആനന്ദപൂർവ്വം അവിടെ കഴിച്ചുകൂടുകയാണ് എന്നാണ് പറയുന്നത്. ഇവിടെ ബാലകാന്ഡം സമാപിക്കുകയാണ്. നമ്മൾ നിത്യപാരായണം ചെയ്യുന്ന ആൾക്കാർക്ക് 3-ാമത്തെ ദിവസം കൊണ്ട് ഈ ബാലകാന്ഡം തീർക്കണം. അതിനനുസരിച്ച് വേണം നമ്മൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഏതായാലും ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.